എക്സ്ക്യൂസ് മീ. യെസ് സർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിങ്ങളുടെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ റാണ സാബിനെ ഒന്ന് കാണണമായിരുന്നു. ഒരു ഇന്റർവ്യൂ. സോറി സർ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ബോസ് വളരെ ബിസിയാണ്. ഒരാഴ്ച മുമ്പെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കണം. എനിക്കൊരു 5 മിനിറ്റ് മതി. സോറി സർ, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. Excuse me, sir. Yes. Your light, sir. Thank you. എന്റെ മടി കിടന്ന അവൻ വളർന്നത്. പറക്കമുറ്റണതിന് മുമ്പ് തന്റെ നള്ളെ ഏൽപ്പിച്ചു പോയതാ. ഇപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. സാറെങ്ങനെയെങ്കിലും ഈ കൊലച്ചതി ചെയ്തവരെ പിടിക്കണം. അമ്മച്ച് പറയുന്നത് കേട്ടാ തോന്നും അവന്മാർ എന്റെ കൂടെ താമസിക്കാന്ന്. അല്ല, സാറിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി കുഞ്ഞ്. എന്റെ പൊന്നമ്മച്ചി, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നിലത്ത് നിന്നിട്ട് വേണ്ടേ അഭ്യാസം കാണിക്കാൻ? അമ്മച്ചി ഇനി ഇതിനു വേണ്ടി ഇവിടെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ചെല്ലുകിട സമാധാനമായിട്ട് ഉറങ്ങ്. സമാധാനിക്കാം. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയതല്ലേ. സമാധാനിച്ചോളാം. ഉടുമ്പൻചോലക്കാരൻ എന്താണോ പോലീസ് സ്റ്റേഷനിൽ കാര്യം? തന്റെ സ്ഥലം നേടിയതൊക്കെ എവിടം വരെ ആയി? വല്ലതും തടഞ്ഞോ? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ കരഞ്ഞോണ്ട്? ആരാവര്? അതാ സ്ഫോടനത്തിൽ മരിച്ചുപോയ കുട്ടിയുടെ വല്യമ്മച്ചയാ. ഏത് കുട്ടി? വിനോദമെന്നോ മറ്റേ അവന്റെ പേര് അല്ലേ പവിത്ര? അതെ സർ, വിനോദ് മേനോൻ. പേരൻസ് ഒക്കെ അമേരിക്ക സെറ്റിലാ. ഈ അമ്മച്ചിയാണെന്ന് തോന്നുന്നു അവനെ വളർത്തിയത്. പാവം. ഒരു കണക്കിന് നോക്കിയാ കഷ്ടമാ. ഇതിപ്പോ 5-ാമത്തെയോ 6-ാമത്തെയോ പ്രാവശ്യം അവരോട് വരുന്നത്. അതിനിപ്പോ നമ്മൾ ഈ കുറ്റക്കാരെ നമ്മള് പോക്കറ്റിട്ട് വെച്ചിരിക്കുക. അതല്ല സർ, കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? ആ കണ്ണീര് തുടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളോ? അല്ല സാറ്, ഐ എം സോറി, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ട, അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. വരുന്നവന്റെ പോകുന്നതിന്റെ ഒക്കെ കണ്ണീര് തുടയ്ക്കാൻ പോലീസുകാരൻ തന്നെ തൂവാലയോ? ഉടുമ്പൻചോലയിൽ ഏലക്കാ പറിക്കുന്ന പോലെയാ കുറ്റക്കാരെ പിടിക്കുന്ന തന്റെ വിചാരം? ഐ എം സോറി. അകത്തേക്ക് വരാലോ അല്ലേ? ബാവുഞ്ഞേ, ഇന്ന് രാവിലെ ഔട്ട് പോസ്റ്റിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടോ ആവോ? എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കും തോന്നി. മോനിരിക്കെ. അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്റെ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അമ്മ സമാധാനിക്കും. ഇനിയിപ്പൊ അതൊക്കെ ഓർത്തിട്ട് എന്താ? എങ്ങനെ മറക്കും കുഞ്ഞെ? ഇവിടെ മുഴുവൻ അവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വിനോദിന്, അല്ലേ? പിന്നുമോനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, എന്തിനും മുമ്പിലുണ്ടാവും. ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഏത് പെൺകുട്ടി? അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, വന്ദന. എന്നോട് അവൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. ഒടുവിൽ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ട് കല്യാണത്തിന് സമ്മതവും ഞാൻ വാങ്ങിയതാ. ക്രിസ്ത്യാനി കുട്ടിയാ, എന്നിട്ട് പോലും അവര് സമ്മതിച്ചു. വന്ദനയും? ഇല്ല, എന്താണെന്നറിയില്ല. അവസാന നിമിഷം ആ കുട്ടി പിക്നിക്കിന് പോണില്ല എന്ന് വെച്ചു. വന്ദന?
വന്ദന, ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. അവരാ പറഞ്ഞത്. ഞാൻ മഹേഷ്, വിനോദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. സ്റ്റേറ്റ്സിലായിരുന്നു. ഇപ്പൊ ലീവിന് വന്നപ്പോഴാ. ഇങ്ങനൊരു റിലേറ്റീവിനെ പറ്റി വിനോദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ പറയാനാ? സ്റ്റേറ്റ്സിൽ പോയിട്ട് വർഷം 10 നാട്ടിലോട്ട് ഇനി ഇല്ലെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും ഹോം സിക്നെസ് കൂടുക. ഇപ്പതേ തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ വിഷമമാണ്. ഞാൻ ഇന്നാണ് മുത്തശ്ശിയുടെ അടുത്ത് വന്നത്. പാവം, ആകെ തകർന്നിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മുത്തശ്ശിയാ പറഞ്ഞത്. അതറിഞ്ഞപ്പോ വന്ദനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. കുട്ടി ഇങ്ങനെ ഡെസ്പറേറ്റ് ആവരുത്. എല്ലാം മറക്കണം. ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര ക്ലോസ് ആയിട്ടും വന്ദന എന്തേ എക്സ്കർഷന് പോയില്ല? പോയിരുന്നേ നന്നായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. വിനോദമായിട്ട് വെറുതെ ഒന്ന് പിടങ്ങിയതാ, ഒരു കാര്യമില്ലാതെ. അതാ ലാസ്റ്റ് മൊമെന്റ് പോകണ്ടെന്ന് വെച്ച്. എന്നാലും ഒരു കാര്യമില്ലാതെ പിണങ്ങും. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു കണക്കിന് നോക്കിയാ കാരണമുണ്ട്. അങ്കിളിനോടായതുകൊണ്ട് പറയാം. He started taking drugs. വേണ്ട വേണ്ടെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. ആ റോബിൻസൺ അതിനൊക്കെ കാരണം എനിക്കറിയാം. അയാളെ നിർബന്ധിച്ച വിനോദിനെ കൊണ്ട്. റോബിൻസൺ ആരാണ് അയാൾ? ഹൈവേയിൽ ഒരു മോട്ടലുണ്ട്, ബ്ലാക്ക് സ്റ്റാലിയൻ. അവിടുത്തെ മാനേജരാ. ഡ്രഗ്സിന്റെ കേന്ദ്ര അവിടം. എത്ര കുട്ടികളെ സ്പോയിൽഡ് ആയ. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ അഡിക്റ്റ് ആയി കഴിയുമ്പോ വിൽക്കാൻ പ്രേരിപ്പിക്കും. എല്ലാം അറിഞ്ഞിട്ടും വിനോദ് അവിടെ പോയത് റോബിൻസിന്റെ ട്രാപ്പാണ്. ഐ എം ഷുവർ. Good evening, sir. Good evening. Can I help you? No, thank you. I am Mahesh. I am Robin, sir. ഈ മോട്ടലിന്റെ മാനേജറാണ്. അതെ. സാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാനൊരു പ്ലാനറാണ്. ആ, തൽക്കാലം വിന്റർ ഗ്രീനിൽ താമസം. ഓരോ സ്ഥലവും പരിചയപ്പെട്ടു വരുന്ന കൂട്ടത്തിൽ കയറിയുന്നേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. നോനോ, എനിക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് തന്നാണ്. ഓക്കെ, സർ. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? മുഴുവൻ ഡ്രഗ് പിള്ളേരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു, സർ. അല്ലെങ്കിൽ തന്നെ ഇത്ര റിമോട്ടായ സ്ഥലത്ത് ആര് വരാന്? റൂംസ് മിക്കവാറും കാലിയാ. ഇവിടെ എങ്ങനെ മറ്റവൻ കിട്ടും? അതിപ്പോ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഡാൻസിങ് ജീസസ്, മാജിക് മഷ്റൂം, അങ്ങനെ എന്തെങ്കിലും? അല്ല, പെട്ടെന്നിങ്ങനെ പറഞ്ഞ സാർ ഇടയ്ക്ക് ഇറങ്ങ. ഇല്ല ഇല്ല, ഇവിടെ അങ്ങനത്തെ ബിസിനസ് ഒന്നുമില്ല. ആര് പറഞ്ഞു സാറിനോട് ഇവിടെ കിട്ടുമെന്ന്? വെറുതെ ചോദിച്ചേ ഉള്ളൂ. റോബിൻസൺ ടെൻഷൻ അടിക്കണ്ട. പോട്ടെ, പിന്നെ കാണാം. ഹലോ, അലക്സാണ്ടർ ഹിയർ. ഇതാരെ കുടുംബിച്ചോലെയോ? താനത് ഏത് കുഴിയിൽ താടോ? എന്താ പുതിയ കേസ് കിട്ടുമല്ലോ, ഒപ്പിച്ചോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുമാതിരി ഹൈറേഞ്ചുകാരന്റെ ഗുണ്ടായുസം കാണിച്ചാലുണ്ടല്ലോ, ഇടിച്ചു ഞാൻ പരിപ്പിളക്കും. ഇത് തമാശയല്ല സാർ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപക്ഷെ സാറിനതൊരു ക്രെഡിറ്റ് ആയിരിക്കും. ക്രെഡിറ്റും കോപ്പും ഒന്നും എനിക്ക് വേണ്ട. ആ കാര്യം പറയടൂ. ചെക്ക് പോസ്റ്റിന് അടുത്തൊരു മോട്ടലില്ലേ? അതെ, നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ. സാർ ഇന്ന് അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യണം. എടോ കോപ്പേ, അനാവശ്യം പറയരുത്. താനത് എന്തുവാടോ പോലീസുകാരെ പറ്റി വിചാരിച്ച്? പ്ലീസ് സർ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. എടോ പോടോ അവിടുന്ന്. ഒരുമാതിരി കണാവണ വർത്താനം പറയരുത്. മയക്കുമരുന്ന് ഇവിടെ ഉലത്തി വെച്ചിരിക്കില്ലേ വ്യാപാരം നടത്താൻ? അത്ര ഓപ്പൺ സെല്ലിംഗ് ആണ്. ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. താൻ കണ്ടതല്ലേ, ഞാൻ റെയ്ഡ് ചെയ്യാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ
ഇന്നുകൊണ്ട് തന്നെ അവസാനമാ, നോക്കിക്കൂ. എന്താണ് സാർ? ആ മോട്ടറിൽ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന്. താൻ ജീപ്പ് എടുക്ക്, ഒരു റെയ്ഡ് വേണ്ടി വരും. അല്ല സാർ, അതൊക്കെ വെറും നുണയായിരിക്കും, ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഏതായാലും നോക്കാം. ആ കുടുംബജോല പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചായിരുന്നു. അതല്ല സാർ, നമ്മളിപ്പോ അവിടെ എത്തും. ആ വാടൂ. താനാണോ ഇവിടുത്തെ മാനേജര്? ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമല്ലോ. വാറന്റ് ഉണ്ടോ? സെർച്ച് ചെയ്യാനേ വാറന്റ് വേണം. അവനെ പിടിച്ചു. പോയി നോക്കണോ? അതൊക്കെ തുറന്നു നോക്കണോ? പ്രശ്നമാണോ സാർ? കണ്ടോ സാർ, എന്റെ ദൈവം തമ്പുരാനെ, കുടുംബം ചോല പറഞ്ഞത് നേരാണെന്ന്. പവിത്ര, അയാളെവിടെ? അയാളെ കാണാനല്ലേ സാർ? താനല്ലേ വർത്താനം പറയണത്? തന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പോയത്. സോറി സാർ, ഞാൻ കൗണ്ടർ ചെക്ക് ചെയ്യായിരുന്നു. താൻ പുളുത്തി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അലക്സാണ്ടർ ഹിയർ. സർ. വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ അലക്സാണ്ടർ. താങ്ക് യു. എന്തിനാണ് സാർ? ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് പിടിച്ചിട്ട് എന്തിനാണെന്നോ? അതോ? അത് ഞാൻ വെറുതെ തമാശക്ക്. തമാശയ്ക്കോ? അല്ല സാർ, ഞാൻ മനഃപൂർവ്വം റെയ്ഡ് ചെയ്തതാണ്. കുറെ കാലമായി ഞാൻ അവന്മാരെ വലവീശാൻ തുടങ്ങിയിട്ട്. ഗുഡ്. തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഈ കേസ് കഴിഞ്ഞാൽ മിസ്റ്റർ അലക്സാണ്ടറിന് ഇവിടെ തന്നെ തുടരാം. ഇത്ര നൊട്ടോറിയസ് സ്ഥലത്തിന് പറ്റിയത് നിങ്ങളെപ്പോലുള്ള ഓഫീസറുടെ സേവനമാണ്. യു ക്യാൻ പ്രൊസീഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ ദൈവം തമ്പുരാനെ. സാർ വിളിച്ചായിരുന്നോ? വിളിച്ചു. ആരും വിളിച്ചു പോകടോ. Business is a game. It's like my favorite game, cricket. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. A good batsman. വളഞ്ഞും പുളഞ്ഞും വെടിയുണ്ട പോലെ ചീറിപ്പാഞ്ഞും വരുന്ന പന്തുകളെ ഞാൻ അടിച്ചതിർത്തി കടത്തിയിട്ടുണ്ട്. That's a sixer. But ഞാൻ മാത്രം നന്നായി കളിച്ചതുകൊണ്ട് എന്റെ ടീം വിജയിക്കണമെന്നില്ല. ഒരാൾ മോശമായി കളിച്ചാൽ എന്റെ ടീം പരാജയപ്പെടാം. ബിസിനസ്സും അതുപോലെയാണ്. ഒരാൾ മോശമായി കളിച്ചാൽ ബിസിനസ് പരാജയപ്പെടാം. അങ്ങനെ മോശമായിട്ട് കളിക്കുന്നവരെ ക്രിക്കറ്റിൽ എന്ത് ചെയ്യും? ടീമിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ബിസിനസ്സിൽ പുറത്താക്കലില്ല. പുറത്താക്കിയാൽ അത് ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? Clean bound. This is the only way to win the game.